ജിങ്കോയിസം എന്നൊരു വാക്കാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ചർച്ചാ വിഷയം. എന്ന് പറഞ്ഞാൽ അമിതമായ യുദ്ധക്കൊതി. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ ഒരു യുദ്ധമുണ്ടാകണമെന്നും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കണം, ചിന്ന ഭിന്നമാക്കണമെന്നും നമ്മളെ രാജ്യത്തെ മഹാഭൂരിപക്ഷ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ഈ യുദ്ധം അവർക്കൊരു ആവേശമാണ്, ഒരു യുദ്ധം കാണാനുള്ള കൊതിയാണ്. എന്നാൽ ഒരു മഹായുദ്ധം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളെപ്പോലെ ആസ്വാദികരമായിരിക്കില്ല. നമ്മൾ വീഡിയോ ഗെയിമുകളിൽ കണ്ടിട്ടുള്ള യുദ്ധങ്ങളെപ്പോലെ ആസ്വാദികരമായിരിക്കില്ല. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം എന്ന് പറയുന്നത് വീഡിയോ ഗെയിമിലൂടെ കണ്ടും കളിച്ചും പരിചയിച്ച ഒന്നാണ്. എന്നാൽ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതായിരിക്കില്ല. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരിക്കലും ആസ്വാദികരമായിരിക്കില്ല. നമ്മൾ കേരളത്തിലിരുന്ന് യുദ്ധത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വന്ന് മിസൈലുകളോ ബോംബുകളോ ഒന്നും പതിക്കില്ല എന്നൊരു വിശ്വാസം നമുക്കൊന്നുണ്ട്. പക്ഷേ അതുപോലെ സംഭവിച്ചോളണമെന്നില്ല. യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തിക്തഫലങ്ങൾ അത് നമ്മൾ മലയാളികളും അനുഭവിക്കേണ്ടി വരും എന്ന് ഉറപ്പാണ്. എന്നാൽ ഇതുപോലെയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം എന്ന് പറയുന്നതിന് അവർ വലിയ ഭീതിയോടെയാണ് കാണുന്നത്. കാരണം ശത്രുരാജ്യം ആക്രമിക്കുമ്പോൾ ബോംബുകൾ വന്ന് വീഴുന്നതും മിസൈലുകൾ വന്ന് വീഴുന്നതുമൊക്കെ അവരുടെ മുറ്റത്താണ്, അവരുടെ തൊടികളിലാണ്. സ്വാഭാവികമായിട്ടും വിഹ്വലതകൾ അവരുടെ മനസ്സിനെ പിടിമുറുക്കും എന്ന് പറയുന്നത് ഉറപ്പാണ്. പിന്നെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താകും എന്നും നമുക്കറിയാവുന്നതാണ്. അത് സർവത്ര നാശമായിരിക്കും, സാമ്പത്തിക തകർച്ചയായിരിക്കും, ഭക്ഷ്യക്ഷാമമായിരിക്കും, പണപ്പെരുപ്പമായിരിക്കും, വികലാംഗരായ ആളുകളെ സൃഷ്ടിക്കപ്പെടുന്നൊരവസ്ഥയായിരിക്കും. ആറ്റം ബോംബുകളൊക്കെ വർഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം വരും, ബുദ്ധിമാന്ദ്യം വരും. ഇതെല്ലാം നൂറുകണക്കിന് വർഷങ്ങളിലേക്ക് തുടർന്നു പോവുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടുമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വരാജിനെ പോലെയുള്ള ആളുകൾ ഒരു യുദ്ധം ഒഴിവാക്കണം എന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ശക്തമായ തിരിച്ചടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അവിടങ്ങളിലെ പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. ഇനി അവർ പാഠം പഠിക്കട്ടെ. അതിന് മുതിർന്നില്ല എങ്കിൽ മാത്രം ബാക്കിയുള്ള സ്റ്റെപ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ മതി.